ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എൻ്റെ ഒരു പുതിയ കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കറണ്ട് അഫയേഴ്സ് ഇന്നത്തെ ഏറ്റവും വലിയ ന്യൂസ് എന്ന് പറയുന്നത് ട്രാജിക് ആയിട്ടുള്ള ഒരു ആക്സിഡന്റ് ആണ്. അതായത് നമുക്ക് അറിയാം, ട്രെയിൻ ഡിറെയിൽമെന്റ്സ്, അതുപോലെ പരസ്പരം കൊളീഷൻസ്, ട്രെയിനിന്റെ അങ്ങനെയുള്ള റക്കറിംഗ് ആയിട്ടുള്ള ഇൻസിഡൻസ് ഇന്ത്യയിൽ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. കഴിഞ്ഞ ഒരു 2-3 വർഷം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു 3-4 ഇൻസിഡൻസ് അത്തരത്തിലുണ്ടായിട്ടുണ്ട്. കുറെ പേര് മരിച്ചിട്ടുണ്ട്. ഒഡീഷയിൽ ആണ് ഏറ്റവും വലിയൊരു അപകടം ഈ ഇടയ്ക്ക് നടന്നത്. ഇപ്പൊ വെസ്റ്റ് ബംഗാളില് നിർത്തിയിട്ടിരുന്ന ഒരു പാസഞ്ചർ ട്രെയിനില് ഒരു ഗുഡ്സ് ട്രെയിൻ വന്ന് ഇടിച്ചു. ഏതാണ്ട് 10ഓളം പേര് മരിച്ചു, 9 പേര് മരിച്ചു. അപ്പൊ ഇതാണ് ഒരു വലിയൊരു ന്യൂസ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ. അത് കാഞ്ചൻജംഗ എക്സ്പ്രസ് എന്ന് പറയുന്ന ഒരു ഈ നിർത്തിയിട്ടുന്ന ട്രെയിനിലാണ് ഒരു ഗുഡ്സ് ട്രെയിൻ വന്ന് ഇടിക്കുന്നത്, കാഞ്ചൻജംഗ എക്സ്പ്രസ്. അപ്പോ കുറെ പേര് മരിച്ചു. അതിനെ കുറിച്ചുള്ള ന്യൂസ് ആണ്. നമ്മൾ ഈ റെയിൽവേ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെയ്യേണ്ടതാണ്, ചെയ്യുന്നത് പറയപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഇതിൽ മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മൾ പറയേണ്ട ഒരു കാര്യം വെച്ചാൽ റെയിൽവേ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു സ്വന്തം സാങ്കേതിക വിദ്യ ഉണ്ട്, കവച് എന്ന് പറയുന്ന സാങ്കേതിക വിദ്യ. ഈ കവച് ട്രെയിനുകളിൽ പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ കൊലീഷൻ, ഒരു തൊട്ടടുത്ത് നിൽക്കുന്ന 2 ട്രെയിനുകൾ തമ്മിൽ കൊളീഷൻ ഉണ്ടാവാതെ, ഇപ്പം 2 ട്രെയിൻസ് ഫേസ് ടു ഫേസ് വന്നാൽ പോലും കൊളീഷൻ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ആക്യുറസി ഉള്ള സംവിധാനമാണ് റെയിൽവേ ഡെവലപ്പ് ചെയ്ത കവച് എന്നാ പറയുന്നത്. പക്ഷെ കവച് സിസ്റ്റം ഇന്ത്യയിൽ വളരെ കുറച്ച് ട്രെയിനുകളിലെ ഇംപ്ലിമെന്റ് ആയിട്ടുള്ളൂ. അപ്പൊ എന്തായാലും റെയിൽ സേഫ്റ്റിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ജീവനുകൾ നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പൊ എന്തായാലും റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ അതിനെക്കുറിച്ച് കൂടുതൽ നിഷ്കർഷ പുലർത്തേണ്ടതാണ്. റെയിൽവേ മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് അറിയാമായിരിക്കും. അറിഞ്ഞുകൂടെങ്കിൽ അശ്വനി വൈഷ്ണവ് ആണ് ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ. അശ്വനി വൈഷ്ണവ് ആണ് റെയിൽവേ മിനിസ്റ്റർ. അതുപോലെ റെയിൽവേ ബോർഡിന്റെ ചെയർമാന്റെ പേരും കൂടെ പഠിച്ചു വെച്ചേക്കുക. റെയിൽവേ ബോർഡ് ചെയർപേഴ്സൺ ജയ വർമ്മ സിൻഹയാണ്. ജയ വർമ്മ സിൻഹ, SINHA. ജയ വർമ്മ സിൻഹ ഇവിടെയുണ്ട്. ജയ വർമ്മ സിൻഹ ഇസ് ദ ചെയർപേഴ്സൺ ഓഫ് റെയിൽവേ ബോർഡ്. ഇത്രയും കാര്യങ്ങളാണ് അതിൽ പറയാനുള്ളത്. ഇനി മറ്റ് ന്യൂസുകളിലേക്ക് പോകുമ്പോൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. ഇതില് എനിക്ക് ഈ ന്യൂസ് അല്ല പറയാനുള്ളത്. രാഹുൽ ഗാന്ധിക്ക് 2 സ്ഥലത്ത് ജയിച്ചായിരുന്നു, കേരളത്തിലെ വയനാടിൽ നിന്നും യുപിയിലെ റായ്ബറേലിയിൽ നിന്നും. റായ്ബറേലി നിലനിർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി വയനാട് റിസൈൻ ചെയ്യുകയാണ്. അവിടത്തേക്ക് പ്രിയങ്ക ഗാന്ധി മത്സരിക്കാൻ വരുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് നോട്ട് ആൻ ഇഷ്യൂ ഫോർ അസ്, ദാറ്റ് ഈസ് നോട്ട് എ ന്യൂസ് ഫോർ അസ്. അത് ന്യൂസ് ആണ്, ബട്ട് നമ്മളെ കോമ്പറ്റേറ്റീവ് എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ആവശ്യമുള്ള കാര്യമല്ല. പക്ഷെ അതിൽ ആവശ്യമുള്ള ഒരു കാര്യമുണ്ട്, അതാണ് പറയാൻ വരുന്നത്. അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അലൗസ് persons to contest in 2 constituencies. That's why Rahul Gandhi was able to contest in Raebareli and Wayanad. But if he wins, if someone else wins both these constituencies, he has to resign 1 constituency. 2 കൂടെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റൂല. 2 മത്സരിക്കാൻ, 2 ജയിക്കാം. ബട്ട് അറ്റ് ദ സെയിം ടൈം ദേ ഹാവ് ടു റിസൈൻ ഫ്രം 1 കോൺസ്റ്റിറ്റ്യുവൻസി. എത്ര ദിവസത്തിനകം നടന്നിരിക്കണം? വിത്തിൻ 14 days ഓഫ് വിന്നിംഗ് ദാറ്റ് കോൺസ്റ്റിറ്റ്യുവൻസി. അല്ലെങ്കിൽ ഇലക്ഷന്റെ റിസൾട്ട് അനൗൺസ് ചെയ്ത് 14 ദിവസത്തിനകം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി റിസൈൻ ചെയ്തിരിക്കണം. ആ 14 ദിവസത്തിന്റെ ആ ഒരു ലിമിറ്റ് ഇന്ന് തീരെയാണ്, ജൂൺ 18. അതുകൊണ്ടാണ് ഇന്നലെ അദ്ദേഹം തീരുമാനിച്ചത്. അപ്പൊ അത് അറിയണം, അതിനാണ് ഞാൻ ഇത് പറഞ്ഞത്, 14 days. ഇനി അപ്പോഴത്തേക്ക് വയനാട്ടിൽ ഇനി റെപ്രസെന്റേഷൻ ഇല്ലാതാവും. വയനാടോ ഏത് കോൺസ്റ്റിറ്റ്യുവൻസി ആയിക്കോട്ടെ, റെപ്രസെന്റേഷൻ ഇല്ലാതായാൽ ഇറ്റ് ഈസ് ദ ഡ്യൂട്ടി ഓഫ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ടു കണ്ടക്ട് ഇലക്ഷൻ വിത്തിൻ 6 months ആൻഡ് ഗീവ് ദം എ റെപ്രസെന്റേഷൻ ഇൻ ദ പാർലമെന്റ് ഓർ ഇൻ ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ കേസിലാണെങ്കിൽ ഇങ്ങനെ തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇനിയിപ്പോൾ ഉടനെ ഇലക്ഷൻ വരും. എവിടെ? വയനാട്ടിൽ. ബട്ട് അറ്റ് ദ സെയിം ടൈം one has to note one point. This is actually a burden on our exchequer. നമ്മളുടെ ടാക്സ് പേഴ്സിന്റെ മണിയാണ് ഇവിടെ വേസ്റ്റ് ആവുന്നത്. കോൺഫിഡൻസ് ഇല്ലാത്ത പൊളിറ്റീഷ്യൻസ്, അത് നരേന്ദ്രമോദി ആണെങ്കിലും രാഹുൽ ഗാന്ധി ആണെങ്കിലും കേരളത്തിലെ പിണറായി വിജയൻ ആണെന്നുണ്ടെങ്കിലും ഏത് പാർട്ടിയുടെ ലീഡർ ആണെന്നുണ്ടെങ്കിലും 2 കോൺസ്റ്റിറ്റ്യുവൻസീസിൽ കണ്ടസ്റ്റ് ചെയ്യാനായിട്ട് അലോ ചെയ്യുമ്പോൾ അവർക്കൊരു നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും 2 സ്റ്റേറ്റിൽ. ദേ വിൽ ബെനിഫിറ്റ് പൊളിറ്റിക്കലി. ബട്ട് അറ്റ് ദ സെയിം ടൈം പീപ്പിൾ ആർ സഫറിങ്. വൈ പീപ്പിൾ ആർ സഫറിങ്? ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്ത് റിസൾട്ട് വരുന്നെങ്കിൽ കോടികൾ ചിലവാവാറുണ്ട്. ആ മണി നമ്മളുടെ പൈസയാണ്. ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ഇപ്പം ആക്ച്വലി അൺനെസസറിലി ആണ് ഇപ്പൊ വയനാട്ടിൽ ഒരു ഇലക്ഷൻ വരുന്നത്. ഇതുപോലെ പിന്നീട് പലപ്പോഴും പല സ്റ്റേറ്റുകളിൽ അങ്ങനെ വരാറുണ്ട്. അപ്പൊ ഈ പണം ഇങ്ങനെ 2 സ്ഥലത്ത് കണ്ടക്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരെണ്ണം റിസൈൻ ചെയ്യുന്നത് ഏത് കാൻഡിഡേറ്റ് ആണോ അല്ലെങ്കിൽ ഏത് പാർട്ടിക്കാരാണോ അവരുടെ കയ്യിൽ നിന്ന് ഈടാക്കാനുള്ള ഒരു സംവിധാനം കൂടെ വരിക എന്നുള്ളതാണ് ആവശ്യം. പക്ഷെ അതൊരിക്കലും വരത്തില്ല. കാരണം റൂൾസ് ആർ ബീങ് ഫ്രെയിംഡ് ബൈ പൊളിറ്റീഷ്യൻസ് ഓൺലി. അപ്പൊ അവർക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവുന്ന ഒരു നിയമങ്ങളും അവരുണ്ടാക്കത്തില്ല. ഓക്കെ, അപ്പൊ എന്തായാലും അത് പറഞ്ഞേ ഉള്ളൂ. 14 days ആ ഒരു ഇതൊക്കെ പഠിച്ചു വെച്ചേക്കണം.
അതുപോലെ 6 months ഞാൻ ഈ പറഞ്ഞ. പിന്നെ ഗുപ്ത എക്സ്ട്രഡിറ്റഡ് ടു US പ്ലീഡ്സ് നോട്ട് ഗിൽറ്റി ഇൻ പന്നൂൻ മർഡർ പ്ലോട്ട് കേസ് എന്നൊരു ന്യൂസ് കാണാം. അത് സംഭവം നമ്മൾ മുമ്പ് പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഇയാള് ഗുർബന്ത് സിംഗ് പന്നൂൻ എ ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആസ് ഡെസിഗ്നേറ്റഡ് ബൈ ഇന്ത്യ. ഖാലിസ്ഥാനി ടെററിസ്റ്റ് എന്ന് പറഞ്ഞാൽ പഞ്ചാബിൽ തീവ്രവാദം ഉണ്ടാക്കി പഞ്ചാബ് എന്ന് പറഞ്ഞ സ്റ്റേറ്റിന് ഇന്ത്യ സെപ്പറേറ്റ് ചെയ്ത് ഖാലിസ്ഥാൻ എന്നുള്ള പേരുള്ള ഒരു നേഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന സിഖ് സെപ്പറേറ്റിസ്റ്റുകളെയാണ് പറയുന്നത് ഖാലിസ്ഥാനികൾ. ഖാലിസ്ഥാനി ടെററിസ്റ്റ് ആണ് ഈ ഗുർബന്ത് സിംഗ് പന്നൂൻ. UAPA അടിസ്ഥാനപ്പെടുത്തി അയാൾക്കെതിരെ ഇന്ത്യയിൽ കേസുകളൊക്കെ നിലവിലുണ്ട്. UAPA മീൻസ് അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട്. ഇയാള് ഇപ്പൊ US സിറ്റിസനാണ്. US വെച്ച് കില്ല് ചെയ്യാൻ നിഖിൽ ഗുപ്ത എന്ന് പറയുന്ന ഒരു ഇന്ത്യൻ അവിടെ വാടക കൊലയാളികളെ ഹയർ ചെയ്തെന്നുള്ളതാണ് കേസ്. അത് ഇന്ത്യ ഗവൺമെന്റുമായിട്ട് US ടേക്കപ്പ് ചെയ്തു. എന്നിട്ട് US ഇന്ത്യയും തമ്മിൽ ഇടയ്ക്ക് ഒരു ഫ്രിക്ഷൻ ഉണ്ടാവുന്നതിന്റെ കാരണമായി ഈ കേസ് എന്ന് പറയുന്നത്. നിഖിൽ ഗുപ്ത ആക്ച്വലി ചെക്ക് റിപ്പബ്ലിക്കിലായിരുന്നു. ചെക്ക് റിപ്പബ്ലിക് ഈസ് എ കൺട്രി ഇൻ യൂറോപ്പ് and he was extradited to US yesterday. At the same time, Jake Sullivan, National Security Advisor of USA, visited India and held discussions with our National Security Advisor Ajit Doval. അപ്പോൾ അത് രണ്ട് സൈമിൾട്ടേനിയസ് ആയിട്ടാണ് നടക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവരുടെ മീറ്റിംഗിലും ആ ഒരു ഡിസ്കഷൻ വന്നു കാണും, ഈ നിഖിൽ ഗുപ്തയുടെയും ഗുർബന്ത് സിംഗ് പന്നൂന്റെയും. പക്ഷെ അത് പുറത്ത് പറഞ്ഞിട്ടില്ല. അപ്പൊ എന്തായാലും ഇത് അറിഞ്ഞിരിക്കാം, ഈ ഒരു സംഭവമാണ് ഇന്ത്യയും US തമ്മിൽ ചെറിയൊരു കല്ലുകടി ഉണ്ടായ വിഷയമാണ് നമ്മുടെ രണ്ട് രാജ്യങ്ങളുടെ ഇടയിൽ. എന്തായാലും അതൊരു എസ്കലേറ്റ് ചെയ്ത് പോയൊന്നുമില്ല പ്രോബ്ലം. ഇനിയിപ്പോ ഡോവൽ സള്ളിവൻ അറ്റൻഡ് ICET മീറ്റിംഗ് ഇൻ ഡൽഹി എന്നൊരു ന്യൂസ് കാണാം. ഞാൻ പറഞ്ഞു നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ഓഫ് USA ജേക്ക് സള്ളിവൻ വിസിറ്റഡ് ഇന്ത്യ yesterday. He is still in India. Today also there are discussions between National Security Advisor Ajit Doval and USA National Security Advisor Jake Sullivan. Okay, ICET എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഞാൻ പറഞ്ഞിട്ടുള്ളതായിരിക്കും ഒരു പക്ഷേ ICETയുടെ എക്സ്പാൻഷൻ. ഇന്ത്യയുടെയും USന്റെ ഇടയിൽ ഒരു എഗ്രിമെന്റ് ആണ് ICET എന്നറിയപ്പെടുന്നത്. ICETയുടെ information on CET means critical and emerging technologies എന്നാണ്. Initiative on critical and emerging technologies. ICET Initiative on critical and emerging technologies. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. This is the most important agreement signed between India and USA recently. ഇന്ത്യക്ക് USന്റെ ഇടയിൽ ഒരുപാട് എഗ്രിമെന്റ്സ് കഴിഞ്ഞ ഒരു 10 yearsനകത്ത് വെച്ച് ഉണ്ടായിട്ടുണ്ട്. ഔട്ട് ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് റീസെന്റ് എഗ്രിമെന്റ് സൈൻ ബിറ്റ്വീൻ ഇന്ത്യ ആൻഡ് USA. എനിക്ക് ഒന്ന് 2022 അങ്ങോട്ട് വരുന്നത്. അടുത്ത പേജിലൊക്കെ പോകുമ്പോൾ അതിനെ കുറിച്ച് ഉണ്ടെന്ന് തോന്നുന്നു. പിന്നീട് ICET. അപ്പൊ അതറിഞ്ഞിരിക്കുക. ഓക്കെ, അതിനെ കുറിച്ചാണ് മെയിൻലി ജേക്ക് സള്ളിവനും അതുപോലെ അജിത് ഡോവൽ തമ്മിൽ ഡിസ്കഷൻ നടക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെ താഴോട്ട് വരുമ്പോ 5 Maoists gunned down ആണെന്ന് വേണ്ട. ഷാ ചേഴ്സ് മീറ്റ് ടു ബ്രിഡ്ജ് എത്നിക് ഡിവൈഡ് ഇൻ മണിപ്പൂർ. മണിപ്പൂരിലെ കലാപത്തിനെ കുറിച്ച് നമ്മൾ പലതവണ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മണിപ്പൂരിലെ കലാപം ഒരു എത്നിക് കോൺഫ്ലിക്റ്റ് ആണെന്നാണ് പറയപ്പെടുന്നതല്ല, അതാണ് സത്യം. ഇവിടെ നമ്മൾ ഈവൻ ക്രിസ്ത്യൻസ് ആദ്യമൊക്കെ ഇവിടുത്തെ കേരളത്തിലാണല്ലോ ഏറ്റവും പ്രോമിനന്റ് ആയിട്ടുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ക്രിസ്ത്യൻ ഓർഗനൈസേഷൻസും ഒക്കെ ഉള്ളത്. അവരെല്ലാം അത് ആദ്യം ക്രിസ്ത്യൻസിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള അറ്റാക്ക് ആയിട്ടൊക്കെയാണ് ഇന്റർപ്രറ്റ് ചെയ്തെങ്കിൽ ഇപ്പോൾ ഓർത്തഡോക്സ് സഭയുടെയൊക്കെ അധ്യക്ഷന്മാരും യാക്കോബായ സഭയുടെ അധ്യക്ഷന്മാരും ഒക്കെ ഇപ്പൊ പറഞ്ഞിട്ടുണ്ട് അവർ എത്നിക് കോൺഫ്ലിക്റ്റ് ആണത്. അപ്പോഴും കാത്തലിക്സ് അത് അങ്ങനെ ഇതൊരിക്കും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് അവിടെ നിൽക്കട്ടെ. എന്തായാലും എത്നിക് കോൺഫ്ലിക്റ്റ് ആണെന്നുള്ളതാണ് സത്യം. മെയ്റ്റി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് അവിടുത്തെ എത്നിക് വിഭാഗമാണ്. അതുപോലെ കുക്കി അവിടുത്തെ ഒരു ട്രൈബൽ എത്നിക് വിഭാഗമാണ്. ഇവർ തങ്ങളുടെ കോൺഫ്ലിക്റ്റ് ആണ് മണിപ്പൂരിലെ കോൺഫ്ലിക്റ്റ്. അപ്പൊ എന്തായാലും അത് ഇപ്പോഴും അൺഅബേറ്റഡ് ആയിട്ട് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിനെ കുറിച്ച് ഒരു മീറ്റിംഗ് ഇന്നലെ അമിത്ഷാ ആണല്ലോ ചെയ്യേണ്ടത്. കാര്യം ഇറ്റ് ഈസ് ആൻ ഇന്റേണൽ മാറ്റർ ഓഫ് ഇന്ത്യ, സോ ഇറ്റ് ഈസ് അണ്ടർ ദ ഹോം മിനിസ്ട്രി ഓഫ് ഇന്ത്യ. ഡിഫൻസ് മിനിസ്ട്രിക്ക് എന്തെങ്കിലും റോള് ഹോം മിനിസ്ട്രി ഡയറക്റ്റ് അവരുമായിട്ട് കൺസൾട്ടേഷനിൽ മാത്രമേ ഡിഫൻസ് മിനിസ്ട്രിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോ അതും അവിടെ കാണാം. ഓക്കെ, ഇനി അടുത്ത പേജിലേക്ക് പോകുമ്പോ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ഈ പേജിൽ ഒന്നും പറയാനില്ല, പൊളിറ്റിക്കൽ ന്യൂസുകളാണ് കൂടുതലും. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെയും അങ്ങനെയൊക്കെ തന്നെയാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോ പോക്സോ കേസ്, ഒരു യെദ്യൂരപ്പ എന്ന് പറഞ്ഞ പിന്നീട് കർണാടകത്തിന്റെ ഫോമർ ചീഫ് മിനിസ്റ്റർ ആൻഡ് BJP ടോളസ്റ്റ് ലീഡർ ഇൻ കർണാടക, അദ്ദേഹത്തിന് അഗേൻസ്റ്റ് ആയിട്ട് ഒരു പോക്സോ കേസ് വന്നിട്ടുണ്ട്. പോക്സോ എന്ന് പറഞ്ഞാൽ അറിയാലോ, പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട്, ദാറ്റ് ഈസ് പോക്സോ ആക്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് അവിടെ കാണാം. പിന്നെ ഇവിടെ ഒരു കാര്യം നമുക്ക് പഠിക്കാനുള്ളതുണ്ട്. ജഗൻസ് അൺമൈൻഡ്ഫുൾ ഡിസിഷൻസ് ഡിലേഡ് പോളവാരം ഇറിഗേഷൻ പ്രോജക്ട്. നായിഡു എന്നൊരു ന്യൂസ് കാണാം. ജഗൻ, ഫോമർ ചീഫ് മിനിസ്റ്റർ ഓഫ്
ആന്ധ്രാപ്രദേശ് YS ജഗൻമോഹൻ റെഡ്ഡി. അദ്ദേഹത്തിനെ കുറിച്ചാണ് റെഫർ ചെയ്തിരിക്കുന്ന കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ്. കറന്റ് ചീഫ് മിനിസ്റ്റർ ഓഫ് ആന്ധ്രാപ്രദേശ് ആരാണ്? ചന്ദ്രബാബു നായിഡു of Telugu Desam Party. Chandrababu Naidu of Telugu Desam Party is the current Chief Minister of Andhra Pradesh. ഇനി പോളവാരം പ്രോജക്ട്, ഇറിഗേഷൻ പ്രോജക്ട്. പോളവാരം ഇറിഗേഷൻ പ്രോജക്ട് എന്ന് പറഞ്ഞാൽ ഒരു നാഷണൽ പ്രോജക്റ്റ് ആണ്. അതായത് നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് ഒരു പ്രോജക്റ്റിന് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ഫണ്ടിങ് ഒക്കെ ഓൾമോസ്റ്റ് സെൻട്രൽ ഗവൺമെന്റ് ആയിരിക്കും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് അങ്ങനെ എല്ലാത്തിനും കൊടുക്കൂല. ഇത് 2 സ്റ്റേറ്റുകൾക്ക് മാത്രം ബെനിഫിറ്റ് വരുന്ന ഒരു ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട്. 2 സ്റ്റേറ്റുകൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ആന്ധ്രാപ്രദേശിനും തെലങ്കാനയ്ക്ക് മാത്രം. But still, Government of India decided to accord national project status to Polavaram project to appease Andhra Pradesh. ആന്ധ്രാപ്രദേശിന് അങ്ങനെ അപ്പീസ് ചെയ്തിട്ട് എന്ത് സാധിക്കാനാണ്? ഇപ്പോഴല്ല, മുമ്പേ ചെയ്തത്. അത് എന്താണ് കാര്യം എന്ന് വെച്ചാൽ ആന്ധ്രാപ്രദേശ് എന്ന് പറഞ്ഞ സ്റ്റേറ്റ് ആഫ്റ്റർ ദ സ്പ്ലിറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ് ഇൻടു ആന്ധ്രാപ്രദേശ് ആൻഡ് തെലങ്കാന, they lost a lot of resources because their financial nerve center Hyderabad actually gone with Telangana state. Hyderabad എന്ന് പറഞ്ഞാൽ പാർട്ട് ഓഫ് തെലങ്കാനയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തെലങ്കാനയുടെ ക്യാപിറ്റലൊക്കെ ആയിട്ട് അത് മാറുന്നു. അപ്പൊ അവരുടെ മോസ്റ്റ് റിസോഴ്സ് റിച്ച് ആയിട്ടുള്ള പ്രദേശം ആന്ധ്രാപ്രദേശിന് നഷ്ടപ്പെടുന്നു. സോ അതുകൊണ്ട് അവരെന്ന് പ്ലക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിസൈഡഡ് ടു ഗീവ് സം ഫിനാൻഷ്യൽ എയ്ഡ്സ്. അത് പോരാ എന്നാണ് ആന്ധ്രാപ്രദേശിലെ പാർട്ടികൾ ആവശ്യപ്പെടുന്നത്. ദേ ആക്ച്വലി വാണ്ട്സ് എ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ്. അതിനെക്കുറിച്ച് റീസെന്റ് ഹിന്ദുവിൽ ടെക്സ്റ്റ് ആൻഡ് കോണ്ടെക്സ്റ്റ് പേജിൽ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് ഈസ് നോട്ട് എലിജിബിൾ ഫോർ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് because of some reasons. ഞാൻ പറഞ്ഞാൽ that is not a hilly state. That state is not having substantial tribal population. That state is not an underdeveloped state. അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ പിന്നെ ഹില്ലി സ്റ്റേറ്റ് ആയിരിക്കണം. അങ്ങനെയൊക്കെയുള്ള കുറെ ഇതുണ്ടെങ്കിൽ അതിന് സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് കിട്ടുള്ളൂ. അപ്പൊ സ്പെഷ്യൽ കാറ്റഗറി സ്റ്റാറ്റസ് അവർ ആവശ്യപ്പെടുന്നുണ്ട്, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊടുത്തിട്ടില്ല. പക്ഷെ സ്റ്റിൽ ചില പ്രോജക്ട്സിനൊക്കെ നാഷണൽ പ്രോജക്ട് സ്റ്റാറ്റസ് കൊടുത്തു. അപ്പൊ അതാണ് പോളവാരം പ്രോജക്ട് എന്ന് പറഞ്ഞത്. അത്തരത്തിലൊരു പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട് എന്ന് പറഞ്ഞാൽ. ആക്ച്വലി ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ്. അത് ഗോദാവരി നദിയിലാണ് വരുന്നത്. അത് അറിഞ്ഞിരിക്കുക. ഗോദാവരി നദിയിൽ വരുന്ന ഇറിഗേഷൻ പ്രോജക്റ്റ് ആണ് പോളവാരം പ്രോജക്ട് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ വേണ്ട, ഇവിടെ ഒന്നും ആവശ്യമുള്ള ന്യൂസുകളില്ല. അതിനടുത്ത പേജ് പോകുമ്പോൾ 2 നല്ല എഡിറ്റോറിയൽസ് ഉണ്ട്. ആ എഡിറ്റോറിയൽസ് 2 നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഫസ്റ്റ് എഡിറ്റോറിയൽ എന്ന് പറഞ്ഞാൽ ട്രേഡ് ട്രപ്പീസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ട്രേഡ് ട്രപ്പീസ്. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്ത്യയുടെ ട്രേഡ് എന്ന് പറയുന്ന സംഗതി, എസ്പെഷ്യലി എക്സ്പോർട്ട് ട്രേഡ് എന്ന് പറയുമ്പോൾ എക്സ്പോർട്ടും വരും ഇമ്പോർട്ടും വരും അല്ലെ? എക്സ്പോർട്ട് ഇമ്പോർട്ടും കൂടെ ചേർന്ന ട്രേഡ്. അപ്പൊ എക്സ്പോർട്ട് എപ്പോഴും കൂട്ടുക എന്നുള്ളതാണ് ഏത് രാജ്യത്തിലെയും ഗവൺമെന്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ എക്സ്പോർട്ട് ആക്ച്വലി ലാസ്റ്റ് ഇയർ എക്സ്പോർട്ട് സെക്ടർ ഡിഡ് ഗീവ് us a rosy picture. Export contracted a little bit as compared to the previous year of 2022. 2023 നമ്മളുടെ എക്സ്പോർട്ട് കുറച്ച് കോൺട്രാക്ട് എത്ര കൂടെ പറഞ്ഞിട്ട് 3.1%. അത്ര വലിയ കോൺട്രാക്ഷൻ ഒന്നും അല്ലായിരുന്നു. 3.1% കോൺട്രാക്ട് ചെയ്ത് 437 ബില്യനായിട്ട് കഴിഞ്ഞ വർഷം കുറഞ്ഞു. പക്ഷേ ഈ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്തു. ഇപ്പൊ ഏപ്രിൽ തൊട്ടാണല്ലോ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഏപ്രിലും മെയിലും വലിയ ഇംപ്രൂവ്മെന്റ് നമ്മളുടെ എക്സ്പോർട്ട് സെക്ടറിൽ ഉണ്ടാവുന്നു. ഏപ്രിലിൽ കുറച്ചേ ഉള്ളായിരുന്നു, 1.1% ഉള്ളായിരുന്നു. മെയ് ആയപ്പോൾ അത് 9.1%. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ സബ്സ്റ്റാൻഷ്യൽ ഇംപ്രൂവ്മെന്റ്. അപ്പൊ അതിന്റെ അർത്ഥം നമ്മളുടെ എക്സ്പോർട്ട് സെക്ടർ നല്ല രീതിയിൽ ഇംപ്രൂവ് ആവുന്നതാണ്. ഇതിന്റെ ഇടയിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഗ്ലോബൽ അൺസർട്ടനിറ്റീസ് ഉണ്ട്. ഗാസ ഇസ്രായേൽ വാർ ഉണ്ട്, അല്ലെങ്കിൽ ഹമാസ് ഇസ്രായേൽ വാർ ഉണ്ട്, യുക്രൈൻ റഷ്യ വാർ ഉണ്ട്. ഇതിനിടയ്ക്ക് ഇസ്രായേല് ബൗണ്ട് ആയിട്ടുള്ള ഷിപ്പുകളെ ഹൂദീസ് എന്ന് പറയുന്ന റബൽസ് റെഡ് സീയിൽ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ എക്സ്പോർട്ടിനെയും ഈ സീ വഴിയുള്ള ട്രേഡിനെയൊക്കെ ബാധിച്ചു. ഡയറക്ട്ലി സൂയസ് കനാൽ വഴി പോകേണ്ട ഷിപ്പുകൾ പലത് കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് സൗത്ത് ആഫ്രിക്ക വഴിയാണ് ഇപ്പോൾ അതിന്റെ ഡെസ്റ്റിനേഷൻസിലേക്ക്, യൂറോപ്പിലെ ഡെസ്റ്റിനേഷൻസിലേക്ക് റീച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഈ ഷിപ്പിംഗ് ചാർജ് കൂടാൻ കാരണമായി. ഇത്തരത്തിലുള്ള അഡ്വേഴ്സിറ്റീസ് ഉള്ള സമയത്ത് പോലും നമ്മളുടെ എക്സ്പോർട്ട് ഇൻക്രീസ് ചെയ്യുന്നു പറയുന്നത് വളരെ വലിയ ഒരു കാര്യമാണ്. ഇത് കഴിഞ്ഞ 3-4 മാസമായിട്ട് അതിന്റെ ഒരു ലക്ഷണമുണ്ട്. ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് എക്കോണമി എടുത്താൽ, ലാസ്റ്റ് ഇയറിലെ ലാസ്റ്റ് ക്വാർട്ടർ ഓഫ് എക്കോണമി എടുത്താൽ ആ ഒരു ലാസ്റ്റ് ക്വാർട്ടറിൽ തന്നെ, ജാനുവരി ടു മാർച്ച് എന്ന് പറഞ്ഞ ക്വാർട്ടറിൽ തന്നെ ഏതാണ്ട് 4.9% നമ്മളുടെ എക്സ്പോർട്ട് ഗ്രോ ചെയ്തിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പം ഇനി
ഈ എക്സ്പോർട്ടിനൊപ്പം നമ്മളുടെ ഇമ്പോർട്ടും കൂടുന്നുണ്ട്. അതിന്റെ ഒരു ഇംപ്ലിക്കേഷൻസ് ഞാൻ പറയാം. അതിലോട്ട് പോകുന്നതിന് മുമ്പേ യൂറോപ്പ് അതുപോലെ USA ഈ രണ്ട് പ്രദേശങ്ങളാണ് നമ്മളുടെ എക്സ്പോർട്ട് ഡെസ്റ്റിനേഷൻസ്. ഈ രണ്ട് പ്രദേശങ്ങളിലും ഇൻഫ്ലേഷൻ റീസെന്റ് ഭയങ്കരമായിട്ട് കൂടി ആഫ്റ്റർ ദ റഷ്യ യുക്രൈൻ വാർ. അപ്പൊ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ സെൻട്രൽ ബാങ്കുകൾ, ഇപ്പൊ യൂറോപ്യൻ യൂണിയന്റെ സെൻട്രൽ ബാങ്ക് എന്ന് പറയാൻ പറ്റില്ല, യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന യൂറോപ്യൻ യൂണിയനിലെ മൊത്തം യൂറോ കറൻസി അല്ല, യൂറോപ്യൻ യൂണിയനിലെ യൂറോ കറൻസി അക്സെപ്റ്റ് ചെയ്തിട്ടുള്ള രാജ്യങ്ങളെല്ലാം കൂടെ ചേർത്ത് യൂറോ സോൺ എന്ന് പറയും. അവരുടെ സെൻട്രൽ ബാങ്കാണ് ECB, യൂറോപ്യൻ സെൻട്രൽ ബാങ്ക്. ECB യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ഇൻ ഫ്രാങ്ക്ഫർട്ട്, ജർമ്മനിയിലെ ഫ്രാങ്ക്ഫർട്ട് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള ECB ആണ് യൂറോ കറൻസി ഇഷ്യൂ ചെയ്യുന്നത്. ECB ഈ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും എന്താ ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെക്കും, ഹൈ ഇൻട്രസ്റ്റ്. അതാണല്ലോ നമ്മൾ RBI ഇവിടെ ചെയ്തേക്കുന്നത്. RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയാ വെച്ചേക്കുന്നത്, ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി. ഇതുപോലെ ഫെഡറൽ റിസർവ് എന്താണ്? US-ന്റെ സെൻട്രൽ ബാങ്ക് ആണ് ഫെഡറൽ റിസർവ്. അവരാണ് ഡോളർ ഇഷ്യൂ ചെയ്യുന്ന ഫെഡറൽ റിസർവ്. അവരും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി വെച്ചു. ഈ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി വെക്കുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും അവിടുത്തെ എക്കോണമിയിൽ അതിന്റെ ഇംപ്ലിക്കേഷൻസ് ഉണ്ടാവും. അപ്പം അത് നമ്മളെ എക്സ്പോർട്ടിനെ ബാധിച്ചു. പക്ഷെ ഇപ്പൊ യൂറോപ്യൻ സെൻട്രൽ ബാങ്ക് കുറച്ച് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചു. പക്ഷെ അത് മാത്രം കണ്ടിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് സന്തോഷിക്കേണ്ടെന്നും ഈ എഡിറ്റോറിയൽ പറഞ്ഞിട്ടുണ്ട്. കാരണം US-ന്റെ ഫെഡറൽ റിസർവ് പറഞ്ഞിട്ടുണ്ട് ഈ വർഷം കൂടിപ്പോയ ഒരു തവണ മാത്രമേ ഞങ്ങൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറവ് കൊണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അതിന്റെ അഡ്വാൻറ്റേജ് എടുക്കാമെന്ന് കരുതണ്ട എന്ന് ഒരു വാർണിംഗും ഈ എഡിറ്റോറിയൽ പറയുന്നുണ്ട്. പിന്നെ അതൊക്കെയാണ് ആ ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത്. സെക്കൻഡ് പാരഗ്രാഫിൽ പറയുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്ട്സ് ഏറ്റവും പ്രധാനമായിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന 30 പ്രോഡക്ട്സ് ആണ്. ആ 30-ൽ 20 എണ്ണവും സബ്സ്റ്റാൻഷ്യലി പ്രീവിയസ് ഇയർ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഔട്ട് പെർഫോം ചെയ്യും നമ്മുടെ എക്സ്പോർട്ട്. അതായത് 20 എണ്ണം നല്ല രീതിയിൽ എക്സ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ട്. അതിൽ നമുക്ക് ഏറ്റവും സന്തോഷം തരേണ്ടത് ഈ ലേബർ സെൻസിറ്റീവ് ആയിട്ടുള്ള, ലേബർ സെൻട്രിക് ആയിട്ടുള്ള കുറെ സെക്ടേഴ്സ് ഉണ്ട്. അതായത് ഇപ്പൊ ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ് ഗുഡ്സ്, ഇങ്ങനെയൊക്കെ ഉള്ള അതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് ലേബേഴ്സിന് എംപ്ലോയ്മെന്റ് കൊടുക്കുന്ന, ഒരുപാട് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന മേഖലകളാണ്. ആ മേഖലയിൽ എക്സ്പോർട്ട് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മളുടെ ഇവിടുത്തെ തൊഴിലവസരങ്ങൾ കൂടും. അപ്പൊ ആ മേഖലയിൽ ടെക്സ്റ്റൈൽ, എഞ്ചിനീയറിംഗ് ഗുഡ്സ് പോലുള്ള മേഖലയിൽ പിന്നീട് ഭയങ്കരമായിട്ട് എക്സ്പോർട്ട് കൂടിയെന്നാണ്. അപ്പൊ അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പക്ഷേ നമ്മൾ കേരളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട 1-2 പ്രോഡക്ട്സ്, സ്പൈസസ്, അതുപോലെ മറീൻ പ്രോഡക്ട്സ്, നമ്മൾ സമുദ്രോൽപ്പന്ന കയറ്റുമതിയിലും സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിലും എക്സ്പെർട്ടൈസ് ഉള്ള സ്റ്റേറ്റ് ആണ് നമ്മളെ സ്റ്റേറ്റ്. നമ്മളെ ദോഷകരമായിട്ട് ബാധിക്കുന്ന രീതിയിൽ അതിന്റെ എക്സ്പോർട്ട് കുറഞ്ഞു. അതിന് വേറൊരു കാരണം കൂടെ ഉണ്ട്. ഒരു മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനിങ് വേൾഡിലെ പല രാജ്യങ്ങളിലും നടക്കുന്നുണ്ട്. നമ്മളെ ഇതിന്റെ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്ന സ്ഥലങ്ങളിൽ ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നില്ല. അതുപോലെ നമ്മള് ലേബർ സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്യുന്നില്ല, ചൈൽഡ് ലേബർ ഒക്കെ എൻഗേജ് ചെയ്യിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള. അത് പക്ഷേ തെറ്റായ ആരോപണമാണ്, അന്ന് തെളിയിച്ചിട്ടുള്ളതാണ്. അത് അവരെ ബോധ്യപ്പെടുത്തി ആ മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അതിൽ എക്സ്പോർട്ട് കുറഞ്ഞതിന് പ്രതിരോധിക്കാൻ നമുക്ക് പറ്റണം. അതോടെ പറയുന്നുണ്ട്. പിന്നെ ഇപ്പൊ എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇമ്പോർട്ടും നല്ല രീതിയിൽ കൂടുന്നുണ്ട്. ഇമ്പോർട്ട് നല്ല രീതിയിൽ കൂടുമ്പം എക്സ്പോർട്ടിനെ അധികരിച്ചാണ് ഇമ്പോർട്ട് വരുന്നത്. അതിന്റെ പ്രധാന കാരണം എന്താണ്? എക്സ്പോർട്ടിനെക്കാളും കൂടുതൽ ഇമ്പോർട്ട് വരാനുള്ള മെയിൻ റീസൺ ഈസ് അവർ ഇമ്പോർട്ട് ഓഫ് പെട്രോളിയം പ്രോഡക്ട്സ്. ബിക്കോസ് വി ആർ ടോട്ടലി ഡിപ്പെൻഡന്റ് ഓൺ ഇമ്പോർട്ട് ഫോർ അവർ പെട്രോളിയം നീഡ്സ്. മോർ ദാൻ 85% ഓഫ് അവർ പെട്രോളിയം നീഡ്സ് ആർ മെറ്റ് ബൈ ഇമ്പോർട്ട് ഫ്രം അതർ കൺട്രീസ്. അപ്പം ഈ പെട്രോളിയത്തിന്റെ വില മാർക്കറ്റിൽ കൂടുമ്പം നമ്മൾ ഇമ്പോർട്ടിന്റെ വാല്യൂ കൂടും. ഏതാണ്ട് $20 ബില്യൺ നമ്മൾ കഴിഞ്ഞ മാസം മാത്രം പെട്രോൾ ഇമ്പോർട്ട് ചെയ്യുന്നത്. ആ സമയത്ത് പെർ ബാരല് $89 ആയിരുന്നു പിന്നീട് പെട്രോളിയത്തിന്റെ വില എന്ന് പറഞ്ഞത്. അത് നമ്മളുടെ ഈ ഇമ്പോർട്ട് കൂടാൻ കാരണമായി, ഇമ്പോർട്ടിന്റെ വാല്യൂ. അപ്പൊ ഇമ്പോർട്ട് എക്സ്പോർട്ട് എന്നുള്ള ഡിഫറൻസ് ആണ് ട്രേഡ് ഡെഫിസിറ്റ്. അപ്പൊ ട്രേഡ് ഡെഫിസിറ്റ് കൂടി. ഈ ട്രേഡ് ഡെഫിസിറ്റ് കൂടുമ്പോൾ കുറച്ച് പ്രശ്നമാണ്. ട്രേഡ് ഡെഫിസിറ്റ് കൂടിയാൽ കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റും കൂടും. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റിൽ ഏറ്റവും പ്രധാന കമ്പോണന്റ് എന്ന് പറഞ്ഞാൽ ട്രേഡ് ഡെഫിസിറ്റ് ആണ്. കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് കൂടിയാൽ നമ്മുടെ കറൻസി വാല്യൂ ഡിപ്ലീറ്റ് ചെയ്യാനൊക്കെ അല്ലെങ്കിൽ ഡിപ്രീഷിയേറ്റ് ചെയ്യാനൊക്കെ കാരണമാവും. പക്ഷെ ഇതിനെക്കുറിച്ച് നമ്മൾ ബോധം വിഷമിക്കേണ്ട കാര്യമില്ലെന്നാണ് നമ്മളെ കൊമേഴ്സ് മിനിസ്ട്രിയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ പറയുന്നത്. ചില എക്കണോമിസ്റ്റുകൾ പറഞ്ഞത്. അവർ പറയുന്നത് വെച്ചാൽ ലോകത്തിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമീസ് ഇന്ത്യ. ഒരു രാജ്യം ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് എക്കോണമി ആയിട്ട് നിൽക്കുമ്പോൾ അവരുടെ നീഡ്സ് കൂടും. ആ നീഡ്സ് കൂടുന്നതനുസരിച്ച് ഇമ്പോർട്ടും കൂടും. ആ ഇമ്പോർട്ട് അതുകൊണ്ടാണ് ഇപ്പൊ കൂടുന്നത്. അതുവഴി ട്രേഡ് ഡെഫിസിറ്റ് വലുതായിട്ട് ഉണ്ടാവാൻ പോണില്ല. കാര്യം നമ്മളുടെ എക്സ്പോർട്ട് നല്ല രീതിയിൽ കൂടുന്നതൊപ്പം തന്നെ ഇത് ഗുഡ്സിന്റെ എക്സ്പോർട്ടിന്റെ കാര്യം പറഞ്ഞേക്കുന്ന മുഴുവൻ. ഇനി നമുക്ക് ഗുഡ്സ് എക്സ്പോർട്ടിനെക്കാളും കൂടുതൽ സർവീസസ് എക്സ്പോർട്ടാണ്. അതായത് ഇപ്പോ
സോഫ്റ്റ്വെയർ പോലുള്ള സംഭവങ്ങൾ. അതുപോലെ നമ്മളെ ഇന്ത്യയിലേക്ക് നല്ല രീതിയിൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ പണം വരുന്നുണ്ട്, ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്, വിദേശ മൂലധനം വരുന്നുണ്ട്. അതുപോലെ നമ്മൾ എക്സ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു, അല്ല ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ നടത്തുന്നു. ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇപ്പോൾ ഒരുപാട് പ്രോഡക്ട്സ് ഇമ്പോർട്ട് ചെയ്യുന്നില്ലേ, ആ പ്രോഡക്റ്റിനെ ഇന്ത്യക്കകത്ത് തന്നെ നമ്മൾ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഈ ആത്മനിർഭർ ഭാരത് സ്കീമിന്റെ അണ്ടറിൽ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ് എന്നൊക്കെ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കുറെ പറയാറുണ്ട്. അതൊക്കെ ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് PLA എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. ഇന്ത്യ ലോകത്തിലെ രാജ്യങ്ങളിലെ വൻ കമ്പനികളെ ഇന്ത്യയിലേക്ക് വിളിച്ചു വരുത്തി പറയാം, നിങ്ങൾ ഇന്ത്യയിൽ വ്യവസായം തുടങ്ങും, ഞങ്ങൾ അങ്ങോട്ട് കാശ് തരാം. അതാണ് പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെന്റീവ്. അങ്ങനെ ആ ഒരു സംഭവം വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുക. അപ്പൊ സ്വാഭാവികമായിട്ട് ഈ ഒരു ഇമ്പോർട്ട് സബ്സ്റ്റിറ്റ്യൂഷൻ കുറെ മേഖലയിലൊക്കെ ഉണ്ടാവും. പെട്രോളിയം മേഖലയിൽ അപ്പോഴും ഉണ്ടാവില്ല, നമ്മൾ ഇന്ത്യയിൽ പെട്രോളിയം ഇല്ലല്ലോ. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വഴി ട്രേഡ് ഡെഫിസിറ്റ് കുറയ്ക്കാൻ പറ്റും എന്നൊക്കെയാണ് കൊമേഴ്സ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അതൊക്കെയാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഇത് നിങ്ങൾ സ്വന്തമായിട്ട് വായിച്ചു നോക്കി നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയും മനസ്സിലാവില്ല, അതുകൊണ്ട് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത്. ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ, അത് അത്ര സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നേ ഉള്ളൂ. നെഗോഷിയേറ്റിംഗ് ഫോർ പീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ. നെഗോഷിയേറ്റിംഗ് ഫോർ പീസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ ബർഗൻ സ്റ്റോക്ക് അല്ല, സ്വിറ്റ്സർലൻഡിലെ ബർഗൻ സ്റ്റോക്ക് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് ഈ ഇടയ്ക്ക്. സ്വിറ്റ്സർലൻഡിലെ ബർഗൻ സ്റ്റോക്കില് ലോകത്തിലെ around 90 to 100 countries assembled together for finding a lasting solution for the Ukraine-Russian war. India also participated in that conference, but at the level, nammala bureaucratic level. Government of India decided to send delegation at the bureaucratic level only. ഗവൺമെന്റ് അല്ലാതെ ഗവൺമെന്റ് ലെവലിൽ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ തീരുമാനിച്ചില്ല. അതിന്റെ കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ കാരണം വേറെ ഒന്നുമല്ല, റഷ്യ ഈസ് എ ടൈം ടെസ്റ്റഡ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ. റഷ്യ വാസ് നോട്ട് ഇൻവൈറ്റഡ് ഫോർ ദ മീറ്റിംഗ് ആൻഡ് ഇന്ത്യ വാസ് ഷുവർ ദാറ്റ് ഇഫ് റഷ്യ ഇസ് നോട്ട് ദർ ദാറ്റ് ഔട്ട്കം വോണ്ട് ബി എന്താ പറയുക ഫ്രൂട്ട്ഫുൾ. ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഔട്ട്കം കിട്ടത്തില്ലെന്ന് ഇന്ത്യക്ക് അറിയായിരുന്നു. ആൻഡ് ഇന്ത്യ ഓൾസോ ഡസന്റ് വോണ്ട് ടു അന്നോയ് അവർ ടൈം ടെസ്റ്റ് ഫ്രണ്ട് റഷ്യ. അപ്പൊ അതുകൊണ്ട് ഇന്ത്യ മീറ്റിംഗ് ഇന്ന് ഗവൺമെന്റ് ലെവലിൽ പോയില്ല. പക്ഷേ സ്റ്റിൽ ഇന്ത്യ വാണ്ടഡ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ദാറ്റ് മീറ്റിംഗ് ആൻഡ് ഡിസൈഡഡ് ടു സെൻഡ് അവർ സെക്രട്ടറി ലെവൽ ഓഫീസേഴ്സ്. അങ്ങനെ അവർ അറ്റൻഡ് ചെയ്തു. പക്ഷേ എൻഡ് ഓഫ് ദ മീറ്റിംഗ് അവിടെ ഒരു ജോയിന്റ് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ആ സ്റ്റേറ്റ്മെന്റിൽ ഇന്ത്യയും ബ്രിക്സ് രാജ്യങ്ങളൊന്നും ഇത് സൈൻ ചെയ്തില്ല. ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ സൗദി അറേബ്യ, UAE ഒക്കെ ഉണ്ടായിരുന്നു, അവരൊന്നും സൈൻ ചെയ്തില്ല. ബ്രസീൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല, ചൈന പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. അപ്പം ഈ ഒരു മീറ്റിംഗിന്റെ ഔട്ട്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. മനസ്സിലായി? ഈ ഒരു മീറ്റിംഗിന്റെ ഔട്ട്കം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുമില്ല. സ്വിറ്റ്സർലൻഡുകാർ പറയുന്ന ഒരു ഈ പ്രോസസ് ഇനിഷ്യേറ്റ് ചെയ്യാൻ പറ്റി. ഇനി UN ചാർട്ടറിന്റെയും ഈ ബർഗൻ സ്റ്റോക്കിൽ നടന്ന യുക്രൈൻ പീസ് സമ്മിറ്റിന്റെ അടിസ്ഥാനത്തിലായിരിക്കും റഷ്യയായിട്ട് ഫ്യൂച്ചറിൽ ടോക്സ് നടത്താൻ പോകണം. അപ്പൊ അതിനുള്ളൊരു ബേസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന പറയുന്നത്. എന്ത് ബേസ് ക്രിയേറ്റ് ചെയ്തു? റഷ്യ അക്സെപ്റ്റ് ചെയ്താലല്ലേ ഇതൊക്കെ നടക്കുകയുള്ളൂ. അപ്പൊ റഷ്യ വാസ് നോട്ട് ദെയർ. അതാണ് എന്റെ ഏറ്റവും വലിയ പ്രോബ്ലം എന്ന് പറയുന്നത്. പക്ഷെ സ്റ്റിൽ കുറെ രാജ്യങ്ങൾ വന്നു, കുറെ രാജ്യങ്ങൾ ആ ജോയിന്റ് സ്റ്റേറ്റ്മെന്റിനെ അക്സെപ്റ്റ് ചെയ്തു. അതൊക്കെ സ്വിറ്റ്സർലൻഡിന്റെ ഒരു വിജയമായിട്ട് കാണാം. അല്ലെങ്കിൽ യുക്രൈന്റെയും യുക്രൈനും കൂടെ ചേർന്ന ഈ മീറ്റിംഗ് നടത്തിയത്. അപ്പൊ അതൊക്കെയാണ് ഇത് പറയുന്നത്. ഓക്കെ, വേറെ ഒന്നും അതിൽ പറയാനില്ല. പിന്നെ ദ ലാസ്റ്റ് കോണ്ടിനെന്റ് മസ്റ്റ് റിമെയിൻ എ പ്രിസ്റ്റീൻ വൈൽഡർനെസ് എന്ന് പറഞ്ഞൊരു ആർട്ടിക്കിൾ ഉണ്ട്. ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നമ്മളുടെ കൊച്ചിയിൽ, ഇത് ആക്ച്വലി നമ്മൾ അന്റാർട്ടിക്കയെ കുറിച്ചാണ്. അന്റാർട്ടിക്കയിലേക്കുള്ള ടൂറിസം സബ്സ്റ്റാൻഷ്യലി ഇൻക്രീസ് ചെയ്ത് പോകുന്നു. അന്റാർട്ടിക്കയിലേക്കുള്ള ടൂറിസം 2-3 കാരണങ്ങളാണ് അത് കൂടുന്നത്. ഒന്ന് കാര്യം എന്ന് വെച്ചാൽ അഡ്വഞ്ചർ ടൂറിസത്തോട് ആൾക്കാർക്കുള്ള താല്പര്യം കൂടുന്നു. രണ്ടാമത് പല രാജ്യങ്ങളും, ചൈന പോലുള്ള രാജ്യങ്ങൾ കൂടുതൽ ഡെവലപ്ഡ് ആയപ്പോൾ അവിടുത്തെ ആൾക്കാർക്ക് പുതിയ പുതിയ ടെറിട്ടറീസിൽ പോയി എക്സ്പ്ലോർ ചെയ്യാനും സ്റ്റഡി ചെയ്യാനൊക്കെ ഉള്ള മോഹം കൂടുന്നു. അതിനുള്ള സ്പെൻഡിങ് എബിലിറ്റി അവർക്ക് കൂടുന്നു. പ്രോബ്ലം വേറൊന്നുമല്ല, അന്റാർട്ടിക്ക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ബിഗ് ബയോഡൈവേഴ്സിറ്റിയാണ്. അത് ഹ്യൂമൻ ഇന്റർവെൻഷൻസ് വളരെ കുറഞ്ഞിരുന്നതുകൊണ്ട് തന്നെ ആ കോണ്ടിനെന്റ് ആക്ച്വലി വളരെ എന്താ പറയുന്നത് ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആയിട്ടുള്ള പ്രദേശങ്ങളൊക്കെ ഉള്ളപ്പോൾ പോലും അത് വളരെ നല്ല രീതിയിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പക്ഷെ ഹ്യൂമൻ ഇന്റർവെൻഷൻസ് കൂടുന്നു. ടൂറിസ്റ്റുകൾ പലപ്പോഴും വരുന്ന അവിടെ ഷിപ്പിലാണ്. അപ്പൊ ഷിപ്പിൽ വരുമ്പോഴത്തേക്ക് അവിടുത്തെ വാട്ടർ മലിനമാകുന്നു. മനുഷ്യരുടെ എന്താ പറയുന്ന ഇന്റർവെൻഷൻസ് കൊണ്ട് അവിടുത്തെ ഇക്കോളജിക്ക് താളം തെറ്റാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെയുള്ള കൺസേൺസ് മൂലം അവിടത്തേക്കുള്ള ടൂറിസത്തിന് റെഗുലേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പക്ഷെ അവിടെ ടൂറിസത്തിനെ റെഗുലേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഇന്റർനാഷണൽ ബോഡി അല്ലെങ്കിൽ ഇന്റർനാഷണൽ റെഗുലേറ്റർ ഒന്നും ഇല്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ATCM എന്ന് പറയുന്ന സംഭവം. ATCM എന്ന് പറഞ്ഞാൽ അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്. അന്റാർട്ടിക് ട്രീറ്റി കൺസൾട്ടേറ്റീവ് മീറ്റിംഗ്, അതിന്റെ 46th മീറ്റിംഗ് ഇപ്പൊ കൊച്ചിയിൽ നടന്നു. അപ്പൊ അവിടെ ടൂറിസം
ടൂറിസ്റ്റുകൾ ഒക്കെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംവിധാനം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഡിസ്കഷൻസിലേക്ക് പോയി. ആ ഡിസ്കഷൻസിൽ ഒരു ടാഞ്ചിബിൾ ഔട്ട്കം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ സ്റ്റിൽ ദർ ഇസ് എ പ്രോഗ്രസ് ഫോർ ക്രിയേറ്റിംഗ് സച്ച് എ റെഗുലേറ്ററി ബോഡി ഫോർ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഇൻ അന്റാർട്ടിക്ക. അപ്പൊ അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. അപ്പോൾ റെഗുലേറ്ററി ബോഡി ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഒരു റെഗുലേറ്ററി സംവിധാനം ഉണ്ട്, ഒരു സെൽഫ് റെഗുലേറ്ററി സംവിധാനം. അതിന്റെ പേര് IAATO എന്നാണ്. IAATO എന്ന് പറഞ്ഞാൽ ഇത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അന്റാർട്ടിക്ക ടൂർ ഓപ്പറേറ്റേഴ്സ്. ദ ഇന്റർനാഷണൽ അസോസിയേഷൻ ഓഫ് അന്റാർട്ടിക്ക ടൂർ ഓപ്പറേറ്റേഴ്സ് അവരാണ് ആക്ച്വലി ഒരു സെൽഫ് റെഗുലേറ്ററി ബോഡി. അല്ലാതെ അതൊരു റെഗുലേറ്ററി ബോഡി എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പണ്ട് വെറും തൗസൻഡ്സിൽ മാത്രം അന്റാർട്ടിക്കയിൽ ടൂറിസ്റ്റുകൾ വന്നുകൊണ്ടിരുന്നത്. 2022-23 ആയപ്പം 1,18,000 പിന്നെ ടൂറിസ്റ്റുകൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുന്നു. അത് മെയിൻലി ചൈനയും US-ഉം, ഈ രണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ടൂറിസ്റ്റുകളാണ് മൊത്തം ടൂറിസ്റ്റ് അറൈവലിന്റെ 40%. അതെല്ലാം ഇവിടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ ആ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു ആർട്ടിക്കിളാണ് ഇവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇതില് കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു നോക്കുക. ഓക്കെ, പിന്നെ ദുഷ്യന്ത് ദാവെ എന്ന് പറഞ്ഞ ഒരാൾ എഴുതിയിരിക്കുന്ന ആർട്ടിക്കിൾ വായിക്കാം. മെയിൻലി നരേന്ദ്രമോദിയെ വളരെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. അപ്പൊ അത് കുറച്ച് പൊളിറ്റിക്സ് അതിൻ്റെ അകത്ത് വരുന്നുണ്ട്, കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ വരുന്നത് കൊണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കാം. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി PM കിസാൻ സ്കീമിനെ കുറിച്ചൊക്കെ അവിടെ പറയുന്നുണ്ട്. PM കിസാൻ എന്ന് പറയുന്ന സ്കീം അവിടെ പറയുന്നത് ആക്ച്വലി സ്കീമിന് ഇവിടെ പറയാൻ വേണ്ടിയിട്ടല്ല. അത് ഇപ്പൊ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടി പ്രൈം മിനിസ്റ്റർ മോഡി എടുത്ത ഡിസിഷനിൽ ചില പ്രശ്നങ്ങളുണ്ട്. അതിനെ കുറിച്ചാണ്. നിങ്ങൾ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും. മെയിൻലി ദ പോയിന്റ് ഓഫ് ക്രിറ്റിസിസം ഈസ് നരേന്ദ്രമോദി. The full article is about dictatorial attitude of perceived dictatorial attitude of Narendra Modi. Dushyant Dave is a non-critic of Modi. He is a famous Supreme Court advocate. So he is actually referring our constitution and directly pointing fingers at Modi that he is actually violating constitution. He is actually creating a electoral autocracy in India. അതായത് ഇലക്ഷൻ ആണ്, പക്ഷേ ഓട്ടോക്രസി ആണ്. ഇലക്ഷൻ ഇല്ലാത്ത ഓട്ടോക്രസി വേൾഡിലുണ്ട്, അല്ലെങ്കിൽ നാമമാത്രമായി ഇലക്ഷൻ നടക്കുന്ന ഓട്ടോക്രസി എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞത്. വായിച്ചു നോക്കുക. മോഡിയുടെ സപ്പോർട്ടേഴ്സ് എത്രത്തോളം ഇതിനെയൊക്കെ അംഗീകരിക്കുന്ന എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ ഇതൊരു ക്രിട്ടിക് എഴുതിയേക്കുന്ന കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 74 ഓഫ് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പറയാം. ആർട്ടിക്കിൾ 74 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് ഇന്നലെ പറഞ്ഞേ ഉള്ളൂ. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ കുറിച്ച് റെഫർ ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 74. അതിലാണ് പറഞ്ഞേക്കുന്നത് ദർ ഷാൽ ബി എ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ്. അതിൽ ഒരു ആള് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യും. ആ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിലെ ഫസ്റ്റ് അമംഗ് ഈക്വൽസ് ആയിരിക്കും ഈ പ്രൈം മിനിസ്റ്റർ. ഫസ്റ്റ് അമംഗ് ഈക്വൽസ്, എല്ലാവരും ഈക്വൽ ആണ്, പക്ഷേ അതിലൊരാൾ ഫസ്റ്റ്. അതുപോലെയാണ് നമ്മുടെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും. ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ഇപ്പം 32 ജഡ്ജസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് അമംഗ് ഈക്വൽ എന്നേ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ പറയാൻ പറ്റുള്ളൂ. ഫസ്റ്റ് അമംഗ് ഈക്വൽ എന്നല്ല അവിടെ പറഞ്ഞ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്നാണ്. മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ സുപ്രീം കോർട്ടിന്റെ ചീഫ് ജസ്റ്റിനാണ് ഇങ്ങനെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ മാസ്റ്റർ ഓഫ് ദ റോസ്റ്റർ എന്നറിയപ്പെടുന്നത് ആരെയാണ്? ROSTR, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിനാണ്. അതിന്റെ കാര്യം വേറൊന്നുമല്ല. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിന് ഒറ്റ ഒരു സുപ്രീമസിയാ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ സുപ്രീം കോടതിയിൽ ഒരുപാട് ബെഞ്ചസ് ഉണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് ഉൾപ്പെടെ പല പല ബെഞ്ചസ് ഉണ്ട്. ഓരോ കേസ് ഓരോ ബെഞ്ചിലേക്ക് അലോക്കേറ്റ് ചെയ്ത് ഓടിക്കുക ചെയ്യുന്നത്. ഏത് ബെഞ്ചാണ് ഏത് കേസ് പരിഗണിക്കേണ്ടതെന്ന് തീരുമാനിക്കുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ്. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നു മറ്റ് ജഡ്ജസിനെ അപേക്ഷിച്ച് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിനുള്ള ഒരു എക്സ്ട്രാ പവർ എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മാസ്റ്റർ ഓഫ് റോസ്റ്റർ എന്ന് പറയുകയും ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പ്രൈം മിനിസ്റ്റർ ഫസ്റ്റ് അമംഗ് ഈക്വൽസ് എന്നാണ്. ഓക്കെ, പിന്നെ ഇവിടെ അതിൽ വേറൊന്നും പറയാനൊന്നുമില്ല. ഓക്കെ, നെക്സ്റ്റ് പേജിൽ പോകുമ്പോൾ നെക്സ്റ്റ് പേജിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊന്നും അല്ല, ഡിസ്കസ് ചെയ്യേണ്ട ആർട്ടിക്കിളൊന്നും അല്ല. ഇനി അടുത്തത് ഇവിടെയും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ലോസ് ഓൺ മെർസിനറീസ് ഇൻ വാർ സോൺസ് എന്ന് പറയുന്ന ഒരു ന്യൂസ് ആണ്. എന്താണ് ലോസ് ഓൺ മെർസിനറീസ് ഇൻ വാർ സോൺസ്? ആക്ച്വലി ഇത് എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ റഷ്യൻ വാറിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ആർട്ടിക്കിൾ വന്നിരിക്കുന്നത്. മെർസിനറി എന്ന് പറഞ്ഞാൽ കൂലിപ്പട്ടാളമായിട്ട് ആക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. ദേ വോണ്ട് ബി ദ സിറ്റിസൺസ് ഓഫ് ദാറ്റ് കൺട്രി, but still they will go and fight for that particular country under the lure of money. പൈസ കിട്ടാൻ വേണ്ടി മാത്രം, അല്ലെങ്കിൽ ആ രാജ്യത്തിന്റെ സിറ്റിസൺഷിപ്പ് ഒരുപക്ഷെ കിട്ടും, അതിനുവേണ്ടി മാത്രം
പട്ടാളക്കാരായിട്ട് ആക്ട് ചെയ്ത് വാറിലൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരെയാണ് മെയിൻലി മെർസിനറീസ് എന്ന് പറയുന്നത്. അറൌണ്ട് 100 ഇന്ത്യൻസ് ആർ വേജിങ് വാർ ഫോർ റഷ്യ എഗെയിൻസ്റ്റ് യുക്രൈൻ ഇൻ യുക്രൈൻ റഷ്യ വാർ. അപ്പൊ അവർക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സിറ്റിസൺഷിപ്പ് ഓഫർ ചെയ്തിട്ടുണ്ട്, ഒപ്പം മണി ഓഫർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ആക്ച്വലി ഇത് ലീഗലി അലൗഡ് ആണ് പല രാജ്യങ്ങളിലും, ഈ മെർസിനറീസ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത്. പക്ഷെ അതില് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ പ്രത്യേകിച്ച് ഈ സാധാരണ പട്ടാളക്കാർ എന്താണ് ഒരു പാട്രിയോട്ടിസത്തിന്റെ കൂടെ ബേസിലായിരിക്കും അവർ. ഇപ്പൊ ഇന്ത്യൻ പട്ടാളം അവർക്ക് ശമ്പളം കിട്ടും എന്നുള്ളതിനുപരി അവർ ഫൈറ്റിംഗ് ആൻഡ് ഈവൻ ഡൈയിങ് ഫോർ അവർ കൺട്രി ബിക്കോസ് ഓഫ് പാട്രിയോട്ടിക് ആറ്റിറ്റ്യൂഡ് ഓൾസോ. പക്ഷെ ഇവർക്ക് അങ്ങനെ പാട്രിയോട്ടിസത്തിന്റെ ബേസിലല്ല, മണി ബേസിൽ മാത്രമായിരിക്കും. ഇനിയിപ്പോ വാറിന്റെ ഇടയ്ക്ക് പട്ടാളക്കാരെ പിടിക്കും ഏതൊരു രാജ്യക്കാര്. അങ്ങനെ പിടിക്കുന്നവർക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻസ് ഉണ്ട് വാർ പ്രിസണേഴ്സിന്. പക്ഷെ ആ പ്രൊട്ടക്ഷൻസ് ഒന്നും ഈ പറഞ്ഞ മെർസനറീസിന് കിട്ടത്തില്ല. അപ്പൊ ഇന്ത്യക്കാര് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇങ്ങനെ പല രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള യുദ്ധങ്ങളിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെയാണ് ഈ ആർട്ടിക്കിളിൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ പേജ് വേണ്ട, അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഇവിടെ NSS ഓഫ് ഇന്ത്യ US റിവ്യൂ പ്രോഗ്രസ് ഓൺ ICET സൈലന്റ് ഓൺ പന്നുൻ ഇൻവെസ്റ്റിഗേഷൻ. പന്നുൻ ഇൻവെസ്റ്റിഗേഷൻ എന്താണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. ICET ഞാൻ പറഞ്ഞായിരുന്നു, ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജി. ഇത് മെയ് 2022 ഞാൻ പറഞ്ഞില്ലേ 2022 എഗ്രിമെന്റ് സൈൻ ചെയ്യപ്പെടുന്ന. മെയ് 2022 ക്വാഡ് സമ്മിറ്റിലാണ് നടക്കുന്നത്. ക്വാഡ് സമ്മിറ്റ് എന്ന് പറയുന്നത് എന്താണ്? US-ഉം ഇന്ത്യയും ഓസ്ട്രേലിയയും ജപ്പാനും ചേർന്നുള്ള ഗ്രൂപ്പാണ് ക്വാഡ്രിലാറ്ററൽ. USA, ഇന്ത്യ, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഈ ഗ്രൂപ്പിന്റെ സമ്മിറ്റിൽ 2022 ടോക്കിയോയിൽ വെച്ച സമ്മിറ്റ് നടന്നത്. അന്നാണ് ഈ പറഞ്ഞ ICET ഇന്ത്യയും US-ഉം സൈൻ ചെയ്തത്. ICET ഇനിഷ്യേറ്റീവ് ഓൺ ക്രിട്ടിക്കൽ ആൻഡ് എമർജിംഗ് ടെക്നോളജീസ്. മെയിൻലി അതിന് കവർ ചെയ്യുന്ന ടെക്നോളജികൾ എന്ന് പറഞ്ഞാൽ സ്പേസ്, സെമി കണ്ടക്ടർ, അഡ്വാൻസ്ഡ് ടെലികമ്മ്യൂണിക്കേഷൻ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം സയൻസ്, ബയോടെക്നോളജി, ക്ലീൻ എനർജി പോലുള്ള സംഭവങ്ങളാണ്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഇന്ത്യക്കും US-നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മറ്റു ചില നെഗോഷിയേഷൻസിനെ കുറിച്ചുകൂടെ ഇത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ മോഡിയുടെ സ്റ്റേറ്റ് വിസിറ്റ് ടു US നടക്കുന്ന സമയത്താണ് അതിലൊക്കെ തീരുമാനമായത്. ഒന്നെന്ന് പറഞ്ഞാൽ വേൾഡിലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പിന്നെ MQ-9B എന്ന് പറയുന്ന ഡ്രോൺ, അതിന്റെ വേറൊരു പേര് പ്രഡേറ്റർ എന്നാണ്. പ്രഡേറ്റർ എന്നറിയപ്പെടുന്ന ഡ്രോൺ അത് നമ്മൾ വാങ്ങാൻ പോകുന്നു US-ന്റെ 31. അതുപോലെ ജനറൽ ഇലക്ട്രിക് എന്ന് പറയുന്ന US കമ്പനിയുടെ ജെറ്റ് എഞ്ചിൻ GE414 ഇതിന്റെ ടെക്നോളജി നമ്മളുടെ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിന് ട്രാൻസ്ഫർ ചെയ്യുന്നു. അവരായിരിക്കും ഇനി ജെറ്റ് എഞ്ചിൻ ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇങ്ങനെ കുറെ കാര്യങ്ങളാണ് മെയിൻലി ടോക്സ് നടക്കുന്നത്. ഓക്കെ, പിന്നെ വേറെ ന്യൂസുകൾ നമുക്ക് ആവശ്യമുള്ളതല്ല. ഇനി അതിനടുത്ത പേജിലേക്ക് പോവാം. അതിനടുത്ത പേജിൽ പോകുമ്പോ അവിടെ ഫുൾ പൊളിറ്റിക്കൽ ന്യൂസുകളാണ്. വേറെ ഒന്നുമില്ല. ഇവിടെ ഒന്ന് കുറെ പൊളിറ്റിക്കൽ ന്യൂസും ബാക്കി മറ്റേ ട്രെയിൻ കൊളീഷനെ കുറിച്ച് അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ വായിക്കണം. പക്ഷെ ഇവിടെ നമുക്ക് ഇത്രയൊക്കെ പറയാനേ ഉള്ളായിരുന്നു എനിക്ക്. ബാക്കി കാര്യങ്ങൾ അഡീഷണലി വരട്ടെ ന്യൂസുകൾ, അപ്പൊ നമുക്ക് നോക്കാം. പിന്നെ ഡിജി യാത്ര എന്ന് പറയുന്ന സംഭവത്തിനെ കുറിച്ച്. ഡിജി യാത്ര കുഡ് ബി എക്സ്പാൻഡഡ് ടു ഹോട്ടൽസ്, റെയിൽ ട്രാവൽ, പബ്ലിക് പ്ലേസസ് എന്നൊരു ന്യൂസ് കാണാം. ഡിജി യാത്ര എന്ന് പറയുന്ന ഇനിഷ്യേറ്റീവ് ഇന്ത്യയുടെ സിവിൽ ഏവിയേഷൻ മിനിസ്ട്രിയാണ് ആദ്യം കൊണ്ടുവരുന്നത്. ഡിജി യാത്ര ഒന്നുമില്ല, എയർപോർട്ടുകളിൽ ബോർഡിംഗ് പാസുകൾ ഉപയോഗിച്ചാണ് സാധാരണ നമ്മൾ എൻട്രി നടത്തുന്ന മറ്റ് പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നത്. ഇറ്റ് വിൽ ടേക്ക് എ ലോട്ട് ഓഫ് ടൈം ആൻഡ് ഇന്ത്യൻ civil aviation industry is facing a big expansion and a lot of travelers are traveling domestically and internationally. That's why India's biggest airports are witnessing heavy rush of passengers, especially Indira Gandhi International Airport, Chhatrapati Shivaji International Airport, Mumbai, Kempegowda International Airport, Bengaluru, Rajiv Gandhi International Airport, Hyderabad, Subhash Chandra Bose International Airport, Kolkata. These all are international airports and they are facing a heavy rush of passengers. So ഈ ബോർഡിംഗ് പാസ് ഉപയോഗിച്ചുള്ള ഈ പരിപാടി ഉണ്ടല്ലോ, ഒരുപാട് അവിടെ റഷിനും അവിടെ ഒരു മാർക്കറ്റ് കണക്കാക്കി കയോട്ടിക് സിറ്റുവേഷൻ ആയിരുന്നു ഇന്ത്യയിലെ പല എയർപോർട്ടുകൾ. അപ്പോഴാണ് ഈ ഡിജി യാത്ര കൊണ്ടുപോയത്. ഡിജി യാത്ര നമ്മളെ ഫേഷ്യൽ റെക്കഗ്നീഷൻ, ബോർഡിംഗ് പാസ് ഒന്നും വേണ്ട, ഫേസ് വെച്ച് പെട്ടെന്ന് നമ്മളെ ഈ നമ്മളെ ഈ ചെക്ക് പോസ്റ്റുകളിൽ അല്ലെങ്കിൽ ടോൾ ബൂത്തുകളിൽ നമ്മളുടെ
ഫാസ്ടാഗുകൾ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചു പോകുന്നവരെ കയറി അങ്ങ് പോകായിരുന്നു. അതാണ് ഡിജി യാത്ര. ഇത് ഭയങ്കര നല്ല കിടില സംഭവമാണ്. കുറേ എയർപോർട്ടുകളിലായി, ബാക്കി എയർപോർട്ടുകളിലേക്ക് ഈ വർഷം ആവുന്ന പറഞ്ഞു. ഇത് ഇനി തൊട്ട് റെയിൽവേയിൽ യാത്ര ചെയ്യാനും ഹോട്ടൽസിൽ ചെക്ക് ഇൻ ചെയ്യാനും അതുപോലെ നമ്മളുടെ മൊണുമെന്റ്സിലൊക്കെ ഇപ്പം വിദേശികളൊക്കെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ നമ്മളുടെ മൊണുമെന്റ്സിലൊക്കെ കയറാൻ അവർക്ക് ബോർഡിംഗ് പാസ്, അങ്ങനെ പാസ്പോർട്ട്, അങ്ങനെ കുറേ സംവിധാനങ്ങളൊക്കെ വേണം. ഈ താജ്മഹൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ല. അപ്പൊ അവിടെയെല്ലാം ഈ ഡിജി യാത്രയുടെ സംഭവം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും. അതിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ. പിന്നെ ഒരു പ്രോജക്റ്റിനെ കോൺഗ്രസ് എതിർത്തിരിക്കുന്നു. ആ പ്രോജക്റ്റിനെ കോൺഗ്രസ് മാത്രമല്ല, ഇതിനെ കുറെ പേര് എതിർത്തിട്ടുണ്ട്. ഈ പ്രോജക്ട് 72,000 crores ഒരു ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആണ്. ഇത് വരുന്നത് എവിടെയാണെന്ന് പറഞ്ഞിരിക്കുക, നിക്കോബാർ ഐലൻഡ്സിലാണ്. ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് ഇല്ലേ, അതിന്റെ അകത്ത് ഒരു ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട് എന്നാണ് അറിയപ്പെടുന്നത്. ഈ 72,000 crores പ്രോജക്ടിന്റെ അറിയപ്പെടുന്നതാണ് ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. ഗ്രേറ്റ് നിക്കോബാർ പ്രോജക്ട്. അതിന്റെ അകത്ത് ഒരു വലിയ ടൗൺഷിപ്പ്, ഒരു ഇന്റർനാഷണൽ എയർപോർട്ട്, ഒരു ട്രാൻസ്ഷിപ്മെന്റ് പോർട്ട്, ഒരു 450 മെഗാവാട്ടിന്റെ സോളാർ ബേസ്ഡ് പവർ പ്ലാന്റ് എല്ലാം കൂടെയാണ്. കിലോമീറ്റേഴ്സിൽ പരന്നെടുക്കുന്ന ഒരു സംഗതിയായിട്ടാണ്. 72,000 കോടിയാണ് ആലോചിക്കണം. പക്ഷെ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സ് എന്ന് പറയുന്നത് ഒരു ആർച്ചിപെലാഗോ ആണ്, ഒരു കളക്ഷൻ ഓഫ് ഐലൻഡ്സ് ആണ്, വെരി ഇക്കോളജിക്കലി സെൻസിറ്റീവ് ആണ്. സോ ഇത് എൻവയോൺമെന്റിന് വലിയ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നുള്ള പ്രശ്നമാണ്. അതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. എൻവയോൺമെന്റിന് അത് വലിയ പ്രോബ്ലം ആണല്ലോ. അപ്പൊ അത് അതിന്റെ ഒരു കേസൊക്കെ NGT നടക്കുന്നുണ്ട്. NGT മീൻസ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. എൻവയോൺമെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസിൽ ഇടപെടാനുള്ള കോർട്ടാണ് NGT, നാഷണൽ ഗ്രീൻ ട്രിബ്യൂണൽ. NGTയുടെ ചെയർപേഴ്സൺ ആണ് പ്രകാശ് ശ്രീവാസ്തവ, ജസ്റ്റിസ് റിട്ടയർഡ് പ്രകാശ് ശ്രീവാസ്തവ. ഓക്കെ. പിന്നെ ഇതില് മേക്കഡാട്ട് എന്ന് പറയുന്നൊരു സംഭവത്തിനെ കുറിച്ച് പറഞ്ഞു. മേക്കഡാട്ട് ഒന്ന് അറിഞ്ഞിരിക്കുക, കാര്യം ഇപ്പൊ ഏറ്റവും കൂടുതൽ ന്യൂസ് പേപ്പറിൽ വരുന്നൊരു സംഗതിയാണ്. മേക്കഡാട്ട് എന്ന് പറയുന്നത് ആക്ച്വലി കർണാടകം, തമിഴ്നാട്, പുതുച്ചേരി ആൻഡ് കേരള, ദീസ് 4 places അല്ലെങ്കിൽ 4 states ഒരു യൂണിയൻ ടെറിട്ടറി വേർ ദ പാർട്ടീസ് ഇൻ കാവേരി വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട്. കാവേരി വാട്ടർ ഷെയറിംഗ് ഡിസ്പ്യൂട്ട് വാസ് ദെയർ ഫോർ ഡെക്കേഡ്സ് ടുഗദർ ആൻഡ് ഒരു 10 years ബാക്ക് കണ്ട് അതിലൊരു സൊല്യൂഷൻ കണ്ടുപിടിച്ചു. പക്ഷേ ഇപ്പോൾ അതിന് കാവേരി വെള്ളം അപ്പം തമിഴ്നാടിനും ഒക്കെ കർണാടകമാണ് വിട്ടുകൊടുക്കേണ്ടത്, കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ ഒരു വിഷയം എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്തൊരു ചെറിയ ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ തീരുമാനിച്ചു കർണാടക, മേക്കഡാട്ട് എന്നുള്ള പേരിൽ. ഈ ഡാം കൺസ്ട്രക്ട് ചെയ്താൽ തമിഴ്നാട്ടിലേക്കുള്ള വെള്ളം കുറയുമെന്ന് തമിഴ്നാട്ടുകാർക്ക് ഭയങ്കര പേടിയാണ്. അതിന്റെ പേരിൽ ഈ കർണാടകവും തമിഴ്നാടും തമ്മിൽ ഭയങ്കര ഡിസ്പ്യൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതാണ് മേക്കഡാട്ട് എന്ന് പറയുന്നത്. ഒന്ന് അറിഞ്ഞിരിക്കുക. ജൽശക്തി മിനിസ്റ്റർ ഓഫ്, അവരെ അണ്ടറിലാണല്ലോ ഇതെല്ലാം പറയുന്നത്. ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണെന്ന് അറിയാം. CR പാട്ടീൽ എന്നല്ലേ ഞാൻ പറയാം. ജൽശക്തി മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആരാണെന്ന് ചെക്ക് ചെയ്തോളാം. ഇന്നലെ പറഞ്ഞായിരുന്നു, ഞാൻ വിട്ടുപോയി. CR പാട്ടീൽ എന്നാണ് എന്റെ ഓർമ്മ. ഓക്കെ. പിന്നെ നെക്സ്റ്റ് പേജിൽ പോകുമ്പോ IFC യെ കുറിച്ച് അറിഞ്ഞിരിക്കണം. IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. IFC ആക്ച്വലി നമ്മൾ വേൾഡ് ബാങ്ക് എന്ന് പറയുന്ന സംഭവം ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള സംഗതിയാണ്. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ഇന്ത്യക്കാരനല്ല, ഇപ്പൊ US സിറ്റിസനാണ്. അജയ് ബംഗയാണ് വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ്. ഈ വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു ഒറ്റ ബാങ്ക് അല്ല. വേൾഡ് ബാങ്ക് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്, വേൾഡ് ബാങ്ക് ഗ്രൂപ്പ്. അതില് ഒരു സ്ഥാപനമാണ് IFC, ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷൻ. പിന്നെ IBRD ഉണ്ട്, ഇന്റർനാഷണൽ ബാങ്ക് ഫോർ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെന്റ്. IBRD, IFC എല്ലാം ചേർന്നതാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. അതിന്റെ പ്രസിഡന്റ് അജയ് ബംഗ, ഹെഡ്ക്വാർട്ടേഴ്സ് ന്യൂയോർക്ക്, അല്ല സോറി വാഷിംഗ്ടൺ DC. ഓക്കെ. ഇനി നെക്സ്റ്റ് പേജിൽ പോകുമ്പോ ചൈനയുടെ പ്രൈം മിനിസ്റ്റർ ലീ ഖിയാങ്, ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ ആന്റണി ആൽബനീസുമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരു ഫോട്ടോ കാണാം. Chinese Prime Minister Lee Qiang is now in Australia. He is on a tour of in Australia and New Zealand. He went to New Zealand also. Okay, New Zealand, Australia അടുത്തടുത്ത് നിൽക്കുന്ന രാജ്യങ്ങളല്ലേ. ഓക്കെ. പിന്നെ അവിടെ ഒന്നും പറയാറില്ല. ഇനി സ്പോർട്സ് പേജിലേക്ക് പോകുമ്പോൾ സ്പോർട്സിൽ യൂറോ കപ്പ് നടന്നുണ്ട്. യൂറോ കപ്പ് എവിടെയാണ് നടക്കുന്നത്? ജർമ്മനിയിലാണ്. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണെന്നൊക്കെ. യൂറോ കപ്പ് നടക്കുന്നത് ജർമ്മനിയിലാണ്. T20 വേൾഡ് കപ്പ് നടക്കുന്നത് US-ലും വെസ്റ്റ് ഇൻഡീസിലും ആയിട്ടാണ്. ഇന്ത്യയുടെ സുമിത് നഗൽ ഈസ് മേക്കിംഗ് ഗ്രേറ്റ് സ്ട്രൈഡ്സ് ഇൻ സിംഗിൾസ് ടെന്നീസ്. ആക്ച്വലി ദാറ്റ് ഈസ് വെരി എന്താ പറയുന്ന പ്രൗഡ് മൊമെന്റ് ഫോർ ഇന്ത്യ, ബിക്കോസ് ഹി ഈസ് നൗ in 71st position in international ranking.
ATP ranking. ATP ranking is the ranking for the male tennis players. Association of Tennis Professionals, ATP, is giving ranking for male tennis players, and WTA, Women Tennis Association, is giving ranks for female tennis players, ATP and WTA. ITF, International Tennis Federation, is the body of tennis players in the world. ITF, International Tennis Federation. ATP, പുരുഷന്മാരുടെ മെയിലിന്റെ ടൂർ സംഘടിപ്പിക്കുന്ന അവരാണ്. ഫീമെയിൽ ടൂർ സംഘടിപ്പിക്കുന്ന WTA ആണ്. അപ്പൊ 71st റാങ്കിങ്ങിലാണ് ഇപ്പൊ സുമിത് നഗൽ എന്ന് പറഞ്ഞ ഇന്ത്യയുടെ നമ്പർ 1 പ്ലെയർ. 71 എന്ന് പറയുന്ന റാങ്ക് ടെന്നീസിൽ മോശമല്ല, വളരെ നല്ല റാങ്കാണ്. എസ്പെഷ്യലി ഫോർ ഏഷ്യൻസ് ഒക്കെ ടെന്നീസിൽ വളരെ വീക്കാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. വീഡിയോ കണ്ട് എല്ലാവരും നോട്ട്സ് ഒക്കെ നന്നായിട്ട് എഴുതിയെടുക്കുക. താങ്ക് യു.